ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയിൻ നീയെ അവളുടെ ഫ്രണ്ട് വിളിക്കുകയായിരിക്കും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ തലേദിവസം വരണമെന്ന് പറയുമ്പോൾ ഷങ്സുള്ള കാരണം കൊണ്ട് അവൾ പോകണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് പറയും, നീ ഇപ്പം നല്ല ഹാപ്പിയാണല്ലോ നിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്ന്. ഫ്രണ്ട് ഫോൺ വെച്ച ശേഷം അവൾ അതിനെക്കുറിച്ചിരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൾ ലിന്നിനെ നോക്കുന്നുണ്ടാവും. ഇനി ലിന്നാണോ എൻ്റെ സന്തോഷത്തിന് കാരണം എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് നീ നേരെ ലിന്നിൻ്റെ ഓഫീസിലേക്ക് പോവും. എന്നിട്ട് അവന് ഒരു ഫയലൊക്കെ കൊടുത്തിട്ട് പറയും, ഞാൻ എന്തായാലും കല്യാണത്തിന് വരാൻ തീരുമാനിച്ചു എന്ന്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും വരാം, അപ്പോൾ നാളെ നമുക്ക് പോകാമെന്നൊക്കെ ലിൻ അവളുടെ അടുത്ത് പറയും. എന്നിട്ട് ലിൻ പറയും, ജനുവരി 1 രാവിലെ ഞാൻ നിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടാവുന്നത്. അപ്പം നീ അവൻ്റെ അടുത്ത് ഓക്കെ പറയും. അവനും ഓക്കെ പറയും. ലിൻ്റെ ഇപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡത്തെ പോലെ ഒന്നല്ല, ഇപ്പം നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ജനുവരി 1 എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മുടെ നീ കിടന്നുറങ്ങായിരിക്കും. അവൾ എന്നിട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കും. എന്നിട്ട് സമയമായോ നോക്കാൻ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് നല്ല തണുപ്പുണ്ടാവുക. അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിടും. എന്നിട്ട് സമയം നോക്കുമ്പോൾ ഒരുപാടായിട്ടുണ്ടാവും. അപ്പോൾ അവൾ ലിൻ വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവിടെയുള്ള ഒരു ജാക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. ലിന്നിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കാറിൽ. അവൻ കുറേ നേരമായിട്ടുണ്ടാവും ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് നീ വരുന്നത് കാണുക. അവൾ കല്യാണത്തിന് പോകണ ഗെറ്റപ്പിലൊന്നുമല്ല വരുന്നുണ്ടാവുക. അപ്പോൾ ഇവൻ വിചാരിക്കും ഇവളെന്താ ഇങ്ങനെ വരുന്നതെന്ന്. എന്നിട്ട് അവളെ കാണുമ്പോൾ തന്നെ അവളുടെ അടുത്ത് പോയിട്ടൊന്ന് ചിരിക്കും. ആദ്യം നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് ചോദിക്കും. അപ്പോൾ നീ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ആദ്യം ഒരു ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറയുക. നീ ആദ്യം വേണ്ടാന്നൊക്കെ പറയും. ലിൻ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോകും. അങ്ങനെ ലിൻ അവളെ ഒരു ബുട്ടിക്കിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടാവും. ആ ലേഡി ലിനിനെ കാണുമ്പോൾ കുറേ കാലമായാലോ കണ്ടിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ നീയെ കൂടി കാണുമ്പോൾ നിനക്ക് ഗേൾ ഫ്രണ്ടൊക്കെ സെറ്റായോ എന്ന് ചോദിക്കും. ലിൻ അപ്പോൾ ചിരിക്കണ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വേറെ മറുപടിയൊന്നും പറയണ്ടാവില്ല. നീ അത് തിരുത്താൻ വരുമ്പോഴേക്കും ലിൻ അവളുടെ അടുത്ത് ഉള്ളിലേക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നമ്മൾ കപ്പിൾസാന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമുക്കിവിടെ ചിലപ്പോൾ 30% വരെ ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ അവൾ അതൊക്കെ വിശ്വസിച്ചിട്ട് എന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോവും. ലിൻ അവളെ വെയിറ്റ് ചെയ്ത് ചെയറിലിരിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഡ്രസ്സ് നോക്കാനൊന്നും സമയമില്ല. വേഗം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറയും. കാരണം അവൾ എണീറ്റ് തന്നെ നേരം വൈകിട്ടായിരിക്കും. അപ്പോൾ ലിന്നിന് നേരം വൈകി എത്തണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ലിൻ പറയാ ഏത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളാനായിരിക്കും. അങ്ങനെ അവൾ ഒരുപാട് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കും. അവസാനം ആയിട്ട് എന്നിട്ട് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടും. അങ്ങനെ അവൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ലേഡി പറയാ, ഞാൻ ഹെയർ സ്റ്റൈൽ കൂടി ചെയ്ത് തരാമെന്ന്. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. ലിൻ അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് അവൾ എന്നിട്ട് ലിൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷേ ലിൻ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രസ്സിനും ഹെയർ സ്റ്റൈലിനും കൂടി ഒരുപാട് പൈസ ആവില്ലെന്ന് ഈ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അതെല്ലാം ലിൻ പേ ചെയ്തു എന്ന് പറയും. അപ്പോൾ വേഗം ലിന്നിൻ്റെ അടുത്തേക്ക് പോകും. എത്ര പേയ്മെൻറ്റ്, എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടാവും. ആ സമയത്ത് ആ കടയിലെ ലേഡി വരും. എന്നിട്ട് ആ ലേഡി, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോ, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു, ഞാനിപ്പോൾ തന്നെ പൈസ തിരിച്ചു തരാമെന്ന് പറയും. ലിന അപ്പോൾ ലേഡിയുടെ അടുത്ത് പോയിട്ട് അതൊന്നും ശരിയാവില്ല, എൻ്റെ ഗേൾ ഫ്രണ്ടിന് പൈസ തിരിച്ചു തന്നാൽ അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കണതല്ലേ എന്ന് പറയുമ്പോൾ ആ ലേഡി ഓക്കെ പറയും. അങ്ങനെ അവർ കാറിൽ കയറി പോകാൻ നോക്കുമ്പോഴാണ് നീലി നിൻ്റെ അടുത്ത് ചോദിക്കുക എത്ര പേയ്മെൻറ്റ് ആയെന്ന്. അപ്പോൾ അവൻ ഡിസ്കൗണ്ടൊക്കെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടി 50% എന്ന് പറയും. നീ അപ്പോൾ കപ്പിൾസായി വന്ന 50% എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി എടുക്കാമെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ അതൊക്കെ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ലിൻ അവളെ പിടിച്ചിരുത്തും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പിന്നീട് കല്യാണത്തിന് പോവും. അങ്ങനെ അവർ കല്യാണം നടക്കണ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് നീയും ലിനും എത്തുക. നീനെ കാണുമ്പോൾ കല്യാണ പെണ്ണ് ഒന്ന് നോക്കുന്നുണ്ടാവും. ഇവനെന്താ ഇവളെയും കൂട്ടി വന്നിരിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലിൻ ആദ്യം തന്നെ പറയും, നീ ഇൻവൈറ്റ് ചെയ്താണോണ്ടാ ഞങ്ങൾ വന്നതെന്ന്. അപ്പോൾ അവൾക്ക് വേഗം കാര്യം മനസ്സിലാവും, ലിൻ കൂട്ടി കൊണ്ട് വന്നിറക്കാണെന്ന്. ലിന്നിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുവരക്കാണ്. ഫ്രണ്ട് എന്നിട്ട് അവനെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് ആദ്യം ഒരു വാക്ക് പറയാറുന്നില്ലേ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞേനെ എന്നൊക്കെ പറയും. എന്നിട്ട് നീയുടെ അടുത്തേക്ക് ലിങ് വരുമ്പോൾ നിങ്ങളെന്ത് സംസാരിച്ചെന്നൊക്കെ നീ ചോദിക്കും. പക്ഷേ ലിന്നൊന്നും പറയില്ല. എന്നിട്ട് അവർ ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും.
അവരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൻ്റെ ഡോക്ടർ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടാവും. ഫ്രണ്ട് ഇവനെ കാണുമ്പോൾ തന്നെ നീ ഇവളും കൂട്ടി ഇവിടെയും വരാൻ തുടങ്ങിയോ എന്നുള്ള ഭാവത്തിലിരിക്കുന്നുണ്ടാവും. എന്തായാലും എല്ലാം ഓക്കെ എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയും. പക്ഷേ ലിൻ നേരെ പോയിട്ടുണ്ടാവുക അവനെ മുന്നേ പഠിപ്പിച്ചൊരു സാറിൻ്റെ അടുത്തേക്ക് അയക്കും. എന്നിട്ട് അവൻ ആ സാറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. ആ സാർ അവൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നീ ഇപ്പോഴും സിംഗിളാണോ, നിനക്ക് ഗേൾ ഫ്രണ്ടൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ഈ കൂടുള്ള കുട്ടി നിൻ്റെ ഗേൾ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഗേൾ ഫ്രണ്ട് ഒന്നല്ല, ഗേൾ ഫ്രണ്ട് ആക്കാൻ പോണ ആളാണെന്ന്. എന്നിട്ട് നീയെ നോക്കും. അപ്പം നീ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. വേഗം അവിടെ നിന്ന് നീ ലിന്നിനെയും കൂട്ടി പോവും. അങ്ങനെ പോകുമ്പോൾ അവൾ വിചാരിക്കും ഇവനെന്താ ഈ വായ തോന്നിയതൊക്കെ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയണതെന്ന്. അങ്ങനെ അവർ ഫ്രണ്ട്സൊക്കെ ഇരിക്കണം ഒരു ടേബിളിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ലിന്നായിരിക്കും ലാസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ ലിനീൻ്റെ ഫ്രണ്ട് പറയും നീയല്ലേ ലാസ്റ്റ് വന്നിരുന്നത്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി വൈൻ കുടിക്കണമെന്ന്. അപ്പോൾ ലിൻ പറയും എനിക്ക് വേണ്ടി ഇവള് കുടിക്കട്ടെ, ഞാൻ ഇപ്പോൾ കുടിക്കണില്ല എന്ന്. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ എന്തിനാ കുടിക്കണമെന്ന് നീ അവൻ്റെ മുഖത്തേക്ക് ഒരു ദയനീയമായിട്ട് നോക്കുന്നുണ്ടാവും. ആ സമയത്ത് കറക്റ്റായിട്ട് വെഡ്ഡിങ്ങും തുടങ്ങുന്നുണ്ടാവും. നമ്മുടെ ഹീറോയിൻ വേഗം കുറച്ച് ക്യാഷൊക്കെ എടുത്തിട്ട് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കില്ല അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ലിൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അവൾ അല്ല ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ലിനിൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ നോക്കും. ലിൻ അപ്പോൾ വാങ്ങിച്ചു എന്ന് പറയണതുകൊണ്ട് ഫ്രണ്ട് അത് മേടിക്കും. പിന്നീട് ഒരു ഗെയിമായിരിക്കും. അതിൽ കല്യാണ ചെക്കൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് തെറ്റായി പറഞ്ഞ പണിഷ്മെൻറ്റ് അങ്ങനെയായിരിക്കും. അപ്പോൾ കല്യാണ പെണ്ണിനെ ആദ്യമായിട്ട് കണ്ട ദിവസം ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അയാൾ അത് തെറ്റിച്ച് പറയും. അപ്പോൾ ഹീറോയിൻ പറയും ആദ്യമായിട്ട് കണ്ട ദിവസമൊക്കെ ആരെങ്കിലും ഓർമ്മിച്ച് വെക്കുമെന്ന്. അപ്പോൾ ഹീറോയുടെ ഡോക്ടർ ഫ്രണ്ട് പറയുണ്ടാവും ചിലവർ ഓർമ്മിച്ച് വെക്കുമെന്ന്. എന്നിട്ട് ലിനിൻ്റെ അടുത്ത് ഓർമ്മിച്ച് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് അടക്കം പറഞ്ഞു കൊടുക്കും. അതിന് നിങ്ങൾക്ക് വൈഫ് ഉണ്ടോയെന്ന് അപ്പോൾ അവൾ തിരിച്ച് ചോദിക്കും. എന്നിട്ട് അവൾ ഞാനാരെയും പ്രാങ്ക് ചെയ്യില്ലേ, എൻ്റെ കല്യാണത്തിന് എല്ലാവരും എന്നെ പ്രാങ്ക് ചെയ്താലോ എന്ന് പറയും. എന്നിട്ട് ഇവർ പോകുമ്പോൾ അവൾ ലിനിൻ്റെ അടുത്ത് പറയും എന്തായാലും ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്യും, നിൻ്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും പ്രാങ്ക് ചെയ്യാൻ വരുന്നൊക്കെ. അപ്പോൾ ലിൻ അവളടുത്ത് ചോദിക്കും നിനക്ക് അതിനൊക്കെ സമയം ഉണ്ടാവുമെന്ന്. അപ്പോൾ നീ പിന്നെന്താണെന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല മഞ്ഞ് പെയ്യുണ്ടാവും. അവളത് നന്നായി ആസ്വദിക്കുന്നുണ്ടാവും. അവളത് ആസ്വദിച്ച് ചിരിക്കുമ്പോൾ ലിന്നും അവളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് നിൽക്കും. ലിൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്പോഴാണ് സൈഡിൽ നിന്നൊരു വിളി കേൾക്കുക. ആരാണെന്ന് നോക്കുമ്പോൾ അവളുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. ഷങ്സുവും ആ കൂട്ടത്തിലുണ്ടാവും. അവൾ അവനെ കണ്ടൊന്ന് ഷോക്കാവുമെങ്കിലും ഫ്രണ്ട്സ് അടുത്തേക്ക് വരുമ്പോൾ അവൾ ഹാപ്പി ആവും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കായിരിക്കും. ആ സമയത്ത് ഫ്രണ്ട്സ് അവളടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഫ്രണ്ട് ചോദിക്കും നീ ഫോറിനിൽ പഠിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടെന്ന്. അപ്പോൾ അവൾ ഞാനൊന്നും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഷങ്സു നീ പോയിട്ടില്ല, നീ ഇവിടെ തന്നെ ആയിരുന്നോ എന്നൊക്കെ അവളടുത്ത് ചോദിക്കും. അപ്പോൾ നീയും ഞാൻ വെക്കേഷനാണ് ഫോറിനിൽ പോയത്, അല്ലാതെ പഠിക്കാനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കണമെന്ന് വിചാരിച്ച് ഇടയിൽ കയറും. എന്നിട്ട് നീൻ്റെ അടുത്ത് പറയും നിനക്കിപ്പോൾ സുഖമല്ലേ എന്നൊക്കെ. അപ്പോൾ നീ സുഖമാണെന്ന് പറയുമ്പോൾ അന്ന് കോളേജിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് സോറി ചോദിക്കണമെന്ന് പറയും. അപ്പോൾ നീയും ഹാപ്പി ആവും. എന്നിട്ട് റങ് അവളുടെ അടുത്ത് പറയും നീ ഇപ്പോൾ സന്തോഷത്തിലല്ലേ, അതേപോലെ തന്നെ ഇരുന്നു, മറ്റുള്ളവരുടെ സന്തോഷം തട്ടിയെടുക്കാൻ നോക്കാതെ എന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോയിന് നല്ല വിഷമാവും. അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കും. ആ സമയത്താണ് ആരോ വിളിക്കുക. നോക്കുമ്പോൾ അത് ലിന്നായിരിക്കും. ലിൻ വരുന്ന കാണുമ്പോൾ തന്നെ അവൾക്കൊരു സമാധാനമാവും. അവൾ വേഗം ഓടി ലിന്നിൻ്റെ അടുത്തേക്ക് പോവും. ഷങ്സു അവളുടെ പിന്നാലെ പോകാൻ നോക്കും. പക്ഷേ അവനൊരു സ്റ്റെപ്പിൻ്റെ താഴെ വരെ ഇറങ്ങില്ല. നീ വേഗം ഓടിച്ചെന്ന് ലിന്നിൻ്റെ അടുത്ത് നിൽക്കും. ഇത് ഡ്രാമയിലെ ഒരു നല്ല സീനാണ്. അവൾക്ക് വിഷമമുണ്ടാവുമ്പോൾ അവൻ വരുന്നത് യു ആർ ദ ഷൈൻ ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്ങൊക്കെ ഉള്ള നല്ലൊരു സീനാണിത്. നീ അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് ലിന്നിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ലിൻ അവളെ നോക്കിയിട്ട് ഇതൊക്കെ ആരാന്ന് ചോദിക്കും. ഇതൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറയുമ്പോൾ എന്നാ വാ എന്ന് പറഞ്ഞിട്ട് ലിൻ അവളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് പോവും. ലിന്നിനെ ഷങ്സുവിനെ നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുണ്ടാവും. എന്നിട്ട് അവൻ അവിടെ പോയി ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടും. ആ ഫ്രണ്ട്സൊക്കെ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ, നീ അതാണോ ഞങ്ങളെ കൂടെ കല്യാണത്തിന് തലേദിവസം വരില്ല എന്ന് പറഞ്ഞ് നീ ബിസിയാണെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. അവളും ആരെയും തിരുത്താനൊന്നും പോവില്ല. നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം മറക്കുകയാണെന്നൊക്കെ പറയും. ഇതൊന്നും കേട്ട് നിൽക്കാൻ ഷങ്സുവിന് പറ്റുന്നുണ്ടാവില്ല. അവൻ അവിടുന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. ലിന്നും അത് ശ്രദ്ധിക്കുന്നുണ്ടാവും.
ലിനിനെ അപ്പോൾ കാണുമ്പോൾ നാളെ കല്യാണമുള്ള നീയുടെ ഫ്രണ്ട്സൊക്കെ അവനെയും കല്യാണത്തിന് വരാൻ പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോവും. പിന്നീട് നീഡെള്ള ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ലിൻ അവളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗെയിം കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് അവൻ്റെ പേഴ്സിലുള്ള പൈസ നോക്കിയിട്ട് ഇത്ര പൈസ മതിയോ എന്ന് ലിൻ ചോദിക്കുമ്പോൾ ഇത്ര പൈസ ഒന്നും പോരാ, നമുക്ക് ഇനിയും കുറേ പൈസ വേണം, അവിടെ ഒരു ബാങ്ക് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പൈസ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവും. ലിന്നും അവളുടെ പിന്നാലെ പോവും. ലിൻ ഈ സമയത്തും ചിരിക്കുന്നുണ്ടാവും. ലിനിപ്പോൾ നന്നായി ചിരിക്കാൻ തുടങ്ങി. നീ ആണെങ്കിൽ ഇടയ്ക്ക് ചിരിക്കും, ഷങ്സിനെ കാണുമ്പോൾ ചിരി നിർത്തും. ചിരിക്കണതിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇനി ഇവരുടെ ലവ് വർക്കൗട്ട് ആവോ ഇല്ലയെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.